ഹലോ ഗായ്സ്, എൻ്റെ പേര് അപ്പു എന്നാണ്. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ബേബി ഇൻ യെല്ലോ ആണ്. അപ്പം ഞാൻ ഈ ഞാൻ ഇട്ടുകൊണ്ടിരുന്നു കുറച്ച് മാറ്റിയത് ആക്ട് വന്നു ബേബി ഇൻ യെല്ലോ. ഇത് സോറി ഇൻട്രോ ആയിട്ട്. അപ്പം അപ്പു എന്നാണ്. അപ്പം എന്നാ ഞാൻ ഈ ഗെയിം മൊത്തം തീർത്തു, കണ്ടില്ലേ? പുതിയ ക്രിസ്മസ് ചാപ്റ്ററൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം തീർത്തു, എല്ലാം വന്നു. ഇതൊക്കെ കിട്ടിയോ? നമുക്ക് ഇതെടുത്തേക്കാം. സൂപ്പറായിട്ടുണ്ട് പുള്ളി, നമ്മുടെ ബേബി മാൻ. അപ്പം ഇതിൻ്റെ മെർച്ച് സ്റ്റോറിലൊക്കെ ഇപ്പോൾ ഓക്കെ. അപ്പം ഞാൻ ഫ്രണ്ടിനായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു മാറ്റം, എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ പറഞ്ഞു ഇത് ബേബി യെല്ലോ ചെയ്യാൻ, അവൻ അലോക്ക്. അപ്പം അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവന് നല്ലൊരു ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു ക്വാളിറ്റിയുള്ള ഗെയിമാണ്. ആദ്യമായിട്ട് ഫോണിലൊക്കെ വരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഗെയിമാണ്. എന്തായാലും തുടങ്ങാം. You have one new client message. അപ്പം ഈ ഹലോ, ഐ ലൈക്ക് ടു ബുക്ക് എ സീറ്റർ ഫോർ മൈ ലിറ്റിൽ പ്രിൻസ്. Now for 3 nights you just need to feed him and put him to bed. Easy peasy. His bottles in the fridge. The address is apartment 10 Eculidin Towers and the keys. Take care, thanks. അപ്പം നമ്മളൊരു ബേബി സിറ്ററാണ്. നമ്മൾക്ക് ഈ മറ്റേ ബേബി യെല്ലോ, പുള്ളിൻ്റെ പേര് പറയുന്നില്ല, ബേബി യെല്ലോനെ പിക്കപ്പ് എന്തിനാ? മറ്റേ സാധനം. ഓക്കെ, ഞാൻ പറയുന്നില്ല കാരണം ഞാനിത് കളിച്ചതാണ്. അപ്പം ചെക്ക് അണ്ടർ ദ പ്ലാന്റ് പോട്ട് ഇതാണെന്ന് തോന്നുന്നു. യെസ്, ഇവിടെ നമുക്ക് കീ ഉണ്ട്. നമ്മളൊരു ബേബി സിറ്റാണ്. നമ്മൾ ഈ ഡീമൻ ബേബീനെ ആണെങ്കിൽ ചെയ്യണം എന്നാ. അപ്പം ഈ പണ്ട് ഞാനിത് കളിച്ചപ്പോൾ ഇത്രയും തുടങ്ങി ബേബി ഇൻ യെല്ലോ സീൻ. പണ്ട് ഞാനിത് കളിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ഗെയിമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു നൈറ്റ് വൺ ദ സിറ്റർ ഇറ്റ്സ് ടൈം ഫോർ ബട്ട് ചൈൽഡ് യു തിങ്ക്. ശരിക്കും ഈ ബേബീൻ്റെ അകത്തൊരു ഡീമൻ ഉണ്ട്, അത് തന്നെയാണ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഡീമൻ ഉണ്ട് ഈ സാധനത്തിൻ്റെ അടുത്ത്. ഈ സാധനം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്ക്, കണ്ണ് നോക്ക് ഇതിൻ്റെ മതി സാധനം. അപ്പോൾ ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. നമ്മൾ സാധാരണ ഒരു സിറ്ററാണ്, നമ്മളൊന്നും നോക്കാറില്ല. അപ്പം ഇതെങ്ങനെ ഇവിടെ നോക്കട്ടെ. ഹലോ, ഈ ബേബീനെ ആണെങ്കിൽ ഫീഡ് ചെയ്ത് എല്ലാം ചെയ്യണം. അപ്പം അത് ചിരിക്കുന്നുണ്ട്. അയ്യോ പേടി, അയ്യേ. ചിക്കൻ ഒന്നിനോ പോകുന്ന തോന്നുന്ന പുള്ളി. ഓക്കെ, ഗെറ്റ് എ ന്യൂ നാപ്പി. ഓക്കെ ഇതാണ് നമ്മുടെ നാപ്പി. ചെറിയതാണ്. അവനെന്തി ചേഞ്ചിങ് മെറ്റ് അവനെന്തിയോ? മറ്റൊരു ഫ്രീ സോൾ ഉണ്ട്, ഞാൻ ഒമ്പതെണ്ണം എടുത്തു. അവനവിടെ പോയിട്ടോ. അതെ, പിന്നെ ഈ ടെലപ്പോർട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ചെക്കനൊരു ഡീമനാണ്, അത്ര എനിക്ക് പറയുന്നത്. ടേക്ക് ബേബി ടു ബെഡ്. ഓക്കെ, ബേബീനെ ബെഡിലോട്ട് എടുക്കാനാണ്. നമുക്ക് ബേബീനെ ബെഡിലോട്ട് എടുത്തേക്ക്, ഇത്രേ ഉള്ളൂ ചെയ്യാൻ. ബേബീനെ ബെഡിലോട്ട് എത്തിക്കും. ഓക്കെ, ഇതിനൊരു ആട്ടും കിട്ടിയ ഒരു ക്രൗണിലൊക്കെ വെച്ചു. സീനായിട്ടാണല്ലോ എടാ മോനെ. എനിക്കൊക്കെ ഇത്രയും കിട്ടിയെങ്കിൽ. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക്. അതെ, സ്റ്റോറി ബുക്ക്. പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ്. അപ്പം ഈ പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ് നമുക്ക് നോക്കാം. അക്രോസ് ദ ഷോ ദ ഡിസ്റ്റന്റ് ലാൻഡ്സ് വിത്ത് ദ ഡാർക്ക് stars overhead. The prince was fast asleep until a cat jumped on his head. I found a secret garden, said the cat with much delight. Suddenly they ran outside, explorers in the night. ഇതിനൊരു റിതം പോലെ. ഇതെന്തായാലും ഞാനിനി ഇത് മൊത്തം വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രിൻസ് ആണെങ്കിൽ ക്യാറ്റിൻ്റെ കൂടെ പോയി എന്തൊരു വലിയ ഗാർഡനൊക്കെ കണ്ടുപിടിച്ചിട്ട് സൂപ്പറായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പക്ഷേ പ്രിൻസ് ആണെങ്കിൽ മൊത്തം എടുത്ത് കളയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ക്യാറ്റിന് പേടിയായി. ഇതെന്നാ കഥ ഇത്? ഇത് ഒന്നും കൊള്ളില്ലാത്തൊരു കഥ. അതെ, ചെക്കൻ ഉറങ്ങി. കൊള്ളില്ലാത്ത കഥയൊക്കെ ചെക്കൻ കിടന്നു. ഞാൻ പറയുന്നില്ല. അതെ, ഇതിനകത്ത് ഈ സാധനമൊക്കെ എടുക്കാം. ഹലോ, ഓക്കെ, നമുക്ക് ആൾക്കൊക്കെ എടുത്തു. ഇനി എന്തിനുണ്ട് ഇവിടെ? ട്രെയിൻ ട്രാക്ക് അത്ര ഉള്ളൂ. ഓക്കെ, നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. വെയിറ്റ് ഫോർ പാരൻസ്. വാച്ച് ടി വി ഓൺ ദ സോഫയിൽ ടി വി കാണാം. കുറച്ചേരം ചില്ല് ചെയ്യാം നമുക്ക്. ജസ്റ്റ് ചില്ലിങ്, അത്രേ ഉള്ളൂ. ഇതിന് ടോസ്റ്റി 400 എന്നത്. എന്തായാലും
നമ്മൾ അതിൻ്റെ ആവശ്യമൊന്നും കാണില്ല. അയ്യോ പിന്നെ കൊച്ചു കരയുന്നുണ്ടല്ലോ. ഈ ചെക്കൻ എന്നെ ഉറക്കവും ഇല്ലേ എന്തോന്ന്? ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂലായിരിക്കും, കാരണം ഒച്ച കുറവായിരിക്കും. എന്തായാലും ചെക്കൻ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇതന്നെ ആയിക്കോട്ടെ, ഇവർ കീ വേണം. ഈ ചെക്കൻ എന്നെ ഉറക്കം ബേബി ടു സ്ലീപ്പ് അഗെയിൻ. അതിനാടാ അഗെയിൻ എന്നുള്ളത് കുറച്ച് നീങ്ങി വെച്ചേക്കുന്നത്. എന്തായാലും അവൻ എന്ത് ചെയ്തത്? ഈ ചെക്കൻ എന്നെ ഇവിടെ വന്നത്. ഇവന് നടക്കാൻ പറ്റുമോ? പിക്കപ്പ് ബേബി. നിനക്ക് ഉറക്കമൊന്നും വന്നിടേ, എനിക്ക് ഇവിടെ തൂങ്ങിട്ട് പോയി. എൻ്റെ ദൈവമേ, കിടന്നുറങ്ങടേ നീയൊക്കെ, എൻ്റെ പൊന്നടേ, കിടന്നുറങ്ങ. പുട്ട് ദ കറക്റ്റ് ഫ്ലഷ് ഇൻ ദ ഗോട്ട്. ഓക്കെ, എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ അല്ലേ വായിച്ചു, അപ്പോൾ ക്യാറ്റിൻ്റെ എൻ്റെ ആയിരിക്കും പുള്ളിക്ക് വേണ്ടത്. എന്നാ നീ എടുത്ത് തിന്നെ. ലീവ് ആൻഡ് ക്ലോസ്. ചിൽ ഔട്ട് ആൻഡ് വാച്ച് TV ഓൺ സോഫ. ഓക്കെ, നമുക്ക് നേരെ ചിൽ ഔട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, പിന്നെയാണെങ്കിൽ ഇത് വന്നു. എനിക്ക് ഞാനിപ്പോൾ തന്നെ ഉറങ്ങും. ഞാൻ ഉറങ്ങുന്നത് തോന്നുന്നു. ഓക്കെ, ഞാൻ ഉറങ്ങിയപ്പോൾ അങ്ങനെ Act 1 തീർന്നിട്ടുണ്ട്. ചൈൽഡ് ലാഫിങ്. ഓഹോ, ലുക്ക് isn't it funny? I told you not to do that. ഇപ്പം എന്തൊരു സാധനം ചെയ്ത് പുള്ളി നമ്മൾ എന്തോ പറയുവാണ്. ഓക്കെ, ഗെറ്റ് ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. സാധാരണ സെയിം സാധനം തന്നെയാണ് ഇതിനകത്ത്. ഞാനൊന്ന് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, ഞാനിത് എടുക്കാൻ നോക്കിയിട്ട് ഈ ഫ്രിഡ്ജ് അടഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ ബോട്ടിൽ കാണുന്നില്ല. ഇതല്ലേ നമ്മൾ ലോക്ക്ഡ് ആണോ? അയ്യോ, ഇതെവിടെ ഈ ബോട്ടിൽ? ഹലോ, ഹെൽപ്പ്. അയ്യോ, അതെ മറ്റേ സാധനം ബോട്ടിൽ. ഓക്കെ, എന്നാ നീ എടുത്ത് തിന്ന്. പുള്ളി പിന്നെയും ഇതിനകത്ത് ഒന്നിന് പോയി. പുള്ളിക്ക് ഒന്നിന് പോകാനേ ഉള്ളൂ. ഓക്കെ കാശ്, ഞാൻ ഇത് പിക്കപ്പ് ചെയ്ത്. അയ്യോ, ഇതന്നെ. എടാ നിൽക്കണോ ഇതന്നെ. അയ്യോ, ഇതന്നെ ഇത് സാധനം ഓടിപ്പോകുന്നു. നിൽക്കടേ, ഇതന്നെ ഇത്. അവനെന്ത്? അയ്യോ, ഇത് മുകളിലോട്ട് ഓടിയോ? നിൽക്ക്. ഇതെന്നാ ഇവൻ കാണിക്കുന്നത്? ഇതെന്നെ സാധനം ചെയ്യുന്നത്? ഹലോ, ഇതെന്നാ ഇത്? പാർക്കോർ മെഷീൻ. ഇതെന്നെ ആഫീസിന് തന്നെ പറ്റിയത്? അയ്യോ, ചെക്കൻ ചത്തുന്നാവുന്നു. ഇതിനെ നോട്ട് ആൻ എമർജൻസി. ഇതെന്തോന്ന് കാണിക്കുമായിരുന്നു പുള്ളി. ഇതാണെങ്കിൽ തിരിച്ച് അവൻ്റെ വയ്ക്കാം. എന്നാ ഡീമൻ ബേബി, നീ അത് തിന്നെ. ഓക്കെ, ബേബിനെ ബെഡിലോട്ട് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. ഓക്കെ, നേരെ ബേബിനെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് അവൻ്റെ കണ്ണ് കണ്ടായിരുന്നു നിങ്ങൾ. ശരിക്കൊരു ഡീമനാണ് പുള്ളി. അപ്പോൾ പിന്നെ ഒരു സ്റ്റോറി കണ്ടുപിടിക്കണത്. ഇത് റാബിറ്റിൻ്റെ ആട്ടോ. അത് നേരെ റാബിറ്റിൻ്റെ സ്റ്റോറി കണ്ട് കിടന്നുറങ്ങും. ഹലോ. ഓക്കെ, ഈ റാബിറ്റിന് എന്തോ പേടിയാണ്. ഈ പുള്ളിക്കാരിങ്ങനെ വന്ന് കൊല്ലാനൊക്കെ നോക്കുന്നത് തോന്നുന്നു. പിന്നെയാണെങ്കിൽ അയ്യോ, എന്നാ നിനക്ക് വേണ്ടത്? എന്നാ ഇതിനകത്ത് കറക്റ്റ് ഫ്ലഷ് എടുക്കാൻ. അപ്പോൾ റാബിറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, പുള്ളി ചില്ലായി. അപ്പം പിന്നെ ഓക്കെ, പിന്നെ ആണെങ്കിൽ പേടിച്ച് അവനെ ഓടുക. പിന്നെ ദൈവം, ഇതന്നെ എന്തൊരു ചൈൽഡ് സ്റ്റോറി തന്നെയാണ് അത്. ഹൊറർ സ്റ്റോറി. എന്താ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു ആ റാബിറ്റ്. അതാണ് കഥ. കിടന്നുറങ്ങുകയും ചെയ്തു അവൻ. ഓക്കെ, TV സോഫയിൽ ഇത് കാണണം. TV, ലെറ്റ്സ് ഗോ. ഓക്കെ, ആരോ ഡോറിൻ്റെ ഇവിടെ ഉണ്ട്. ഇത് ആരേത്? ഹലോ, ഒരു ടോസ്റ്റി മെഷീൻ. ഓക്കെ, നമുക്കൊരു ടോസ്റ്റി മെഷീൻ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. അയ്യോ, ഇതിന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ സമയം തീരാറായി, അതുകൊണ്ട് കേട്ടോ. എന്തായാലും ആക്റ്റീവിൽ പിന്നെ ഞാൻ തുടരുന്നുണ്ട്. എന്തായാലും ബൈ ഗൈസ്, ബൈ.